ആത്മഹത്യയുടെ വക്കിലാണ് ഇവര് കാരണം. കാരണം അവരെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു, നമുക്ക് ജോലിയും നഷ്ടപ്പെട്ട് ജീവിക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. മന്ത്രി പോലും ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ട് മന്ത്രി ഇപ്പൊ ഒരു 3 ദിവസമായില്ലേ അപ്പൊ താങ്കൾ പരാതി കൊടുത്തിട്ട്? പരാതി കൊടുത്തിട്ട് ഏകദേശം 3 ദിവസമായി. 3 ദിവസം. ഇതുവരെയ്ക്കും ഒരു ഫോൺ കോളുകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടില്ലല്ലോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഈ ജോലി എന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ ഒരു പേപ്പർ വരിക ഇല്ലാതെ നമ്മൾ വേറെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവരതിലും കുരുക്ക് വെച്ചിരിക്കും, മനസ്സിലായ? എന്തെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ 10,000 രൂപ കൊടുത്തത് അതിൽ വക വയ്ക്കണ്ടേ? ഇത് ഏതാനും ദിവസം മുമ്പാണ് താങ്കൾ മന്ത്രി ശ്രീ ജനേഷ് കുമാറിന്റെ ഓഫീസിൽ എത്തുകയും പരാതി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അവർ മന്ത്രി ഇല്ലെന്ന് പറഞ്ഞ് താങ്കൾ പറഞ്ഞു വിടാൻ ശ്രമിച്ചു. താങ്കളുടെ പരാതി മാത്രം അവർ വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം മന്ത്രിയോ ഓഫീസിൽ നിന്നോ ആരെങ്കിലും താങ്കൾ ബന്ധപ്പെട്ടിരുന്നോ? ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസം കൂടുതലായി. അതായത് ജോലി ഇല്ലാതെ നിൽക്കുകയാണ്, ഒരു വരുമാനം പോലും ഇല്ല. ഇപ്പോഴത്തെ ജീവിത രീതി എങ്ങനെയാണ്? ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് വെച്ചാൽ കൊച്ചിനും ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായാലും പൈസ ഇല്ലാത്തൊരവസ്ഥ അറിയാല്ല. നമുക്കൊരു സാധനം വാങ്ങിക്കലും കുഞ്ഞിന് സാധനം വാങ്ങിക്കാനായാലും പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അറിയാലോ, ജോലി ഇല്ലാത്ത. അതിപ്പോ നമ്മൾക്ക് മനസ്സിലായ ജോലി ഇല്ലാതെ നിൽക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. കുഞ്ഞിന് സാധനം വാങ്ങിച്ചത് അവനിപ്പോ വയ്യ, പനിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എക്സ്ട്രാ വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ജീവിക്കാൻ പോലും നടക്കില്ലാത്ത അവസ്ഥ. കാരണം അന്ന് താങ്കൾ മന്ത്രി ജനേഷ് കുമാറിന്റെ ഓഫീസിന്റെ ഫ്രണ്ട് ഒരു ചെറിയ പ്ലക്കാർഡ് പിടിച്ചിരുന്നു, ആത്മഹത്യ വക്കീലാണ് താങ്കൾ എന്ന് പറഞ്ഞത്. അതാണ് അപ്പൊ അത്രയ്ക്കൊരു മോശമായ അവസ്ഥയിലൂടെ ഇപ്പൊ താങ്കൾ പോകുന്നത്. അതറിയാമല്ലോ, നമുക്കിപ്പോ KSRTC ശമ്പളം കറക്റ്റ് പോലും അല്ല കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കിട്ടാതെ ഇരുന്നിട്ട് പോലും നമ്മൾ ഒരുവിധം ലേറ്റായിരുന്നാൽ പോലും പൈസ കിട്ടുന്നുള്ളതുകൊണ്ട് അങ്ങനെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്നേന് ഏക വരുമാന മാർഗമായിരുന്നു. ഇപ്പൊ ഈ മേയറും ഭർത്താവ് സച്ചിൻ MLA കാരണം താങ്കൾ വരുമാനം മുടങ്ങിയിരിക്കുന്നത്. അതാണ് ആത്മഹത്യയുടെ വക്കിലാണ് ഇവര് കാരണം. കാരണം അവരെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു, നമുക്ക് ജോലിയും നഷ്ടപ്പെട്ട് ജീവിക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. മന്ത്രി പോലും ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ട് മന്ത്രി ഇപ്പൊ ഒരു 3 ദിവസമായില്ലേ അപ്പൊ താങ്കൾ പരാതി കൊടുത്തിട്ട്? പരാതി കൊടുത്തിട്ട് ഏകദേശം 3 ദിവസമായി. 3 ദിവസം. ഇതുവരെയ്ക്കും ഒരു ഫോൺ കോളുകൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടില്ലല്ലോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ആദ്യം ഈ വാർത്ത വന്നപ്പോൾ പല മാധ്യമങ്ങളും പല പാർട്ടിക്കാരും പല സംഘടന താങ്കൾ പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ആരുമില്ല താങ്കളുടെ കൂടെ. അതപ്പോ ആ സമയത്ത് നമ്മൾ ഈ പരാതിയും കൊണ്ട് പോയപ്പോ എല്ലാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരും അനക്കമില്ല. പിന്നെ പല സംഘടനകളും പല സാമൂഹ്യ മാധ്യമത്തിലെ വാട്സപ്പിലെ പല കൂട്ടായ്മകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ ബന്ധപ്പെടാറുണ്ടോ താങ്കളെ? ഇനിയുള്ള രീതി എന്താണ് താങ്കളുടെ ജീവിത രീതി? വേറെ ജോലി നോക്കണുണ്ടോ അതോ ഈ കോടതി വിധിക്കാനില്ലാതിരിക്കുകയാണ്? കാര്യം പറയട്ടെ, നമ്മളെ ഇപ്പൊ ഒരു ജോലിന്ന് പറഞ്ഞു വിടാതെ നമുക്ക് പറഞ്ഞു വിട്ടേക്ക് അല്ലെങ്കിൽ ഈ ജോലി എന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ ഒരു പേപ്പർ വരിക ഇല്ലാതെ നമ്മൾ വേറെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവരതിലും കുരുക്ക് വെച്ചിരിക്കും, മനസ്സിലായ? എന്തെങ്കിലും ഒരു കോസ്റ്റ് ഓഫ് ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ 10,000 രൂപ കൊടുത്തത് അതിൽ വക വയ്ക്കണ്ടേ? താങ്കൾ ഇപ്പൊ ഇങ്ങനെ ആത്മഹത്യ വക്കീലാണെന്ന് പറയുന്നു. മോന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലെന്ന്. പക്ഷെ താങ്കൾക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഓപ്പോസിറ്റ് എന്ന ടീമായിരുന്നു മേയറും സച്ചിൻ MLA. അവരുടെ ജീവിതം ഇപ്പൊ സുഖമായിട്ട് മുന്നോട്ട് പോയി. അവർക്കെതിരെ പോലീസ് ഒരു ചെറു വിരല് പോലും അനക്കിയിട്ടില്ല. അങ്ങനെയാണ്. പണവും പിടിപാടും പദവിയും ഉണ്ടെങ്കിൽ എന്തും ആവാം. നമ്മ പോലെ പാവപ്പെട്ടവന്റെ ഉള്ള കുതിര വേറെ, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. മോൻ ഇപ്പൊ സ്കൂളിൽ ചേർന്നിരിക്കാൻ സ്കൂൾ തുടങ്ങി. അപ്പോൾ സ്കൂളില് മറ്റു കാര്യങ്ങൾ ആരാ താങ്കൾ തന്നെ നോക്കിയതാണോ അതോ വീട്ടുകാരായിരുന്നോ? ഇല്ല, ഇപ്പം എന്റെ അച്ഛനാണ് നോക്കുന്നത്. താങ്കൾ ഏത് വരുമാന മാർഗമായിരുന്നോ KSRTC കിട്ടിക്കൊണ്ടിരുന്ന താങ്കളുടെ ശമ്പളം? ആണ് ഏക വരുമാന മാർഗം. ഇനി മന്ത്രി ജനേഷ് കുമാറിനെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ അതോ?
നീ കാണാൻ ശ്രമിക്കുന്ന വെച്ചാൽ എനിക്ക് ഈ ജോലിയുടെ കാര്യത്തിൽ ഒന്നി എന്നെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ തിരിച്ചെടുക്കണം.